ഞാൻ പുറത്ത് ഇത്രയും മാസം അടിച്ചാലും എനിക്ക് മനസ്സിന് നോവും നൊമ്പിലൊക്കെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാ എപ്പിസോഡും നമ്മൾ അഭിപ്രായം പറയുമ്പോൾ സാധാരണ തുടക്കത്തിൽ നിന്ന് അവസാനത്തോട്ടാണ് പോകുന്നത്. പക്ഷേ ഈ എപ്പിസോഡ് ഞാൻ അവസാനത്തെ നിന്ന് തുടക്കത്തിലോട്ടാണ് വരുന്നത്. എൻ്റെ മോനെ സിജോ, നീ കലക്കി. നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മാരാനാണ് എനിക്ക് തോന്നിയത്. നീ കലക്കെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നീ അങ്ങ് എടുക്കുക. ഇത് ഞാനിങ്ങ് എടുക്കുക ഇന്നത്തെ എപ്പിസോഡ് എന്നുള്ള സാധനമാണ് സിജോയിൽ എനിക്ക് കണ്ടത്. ഇവൾക്ക് ഈ പറയുന്ന മുല്ലപ്പൂവിന് നല്ലൊരു മറുപടിയുടെ കുറവുണ്ടായിരുന്നു. അത് നീ ഇന്നങ്ങ് നികത്തി. എന്നിട്ട് അവസാനം വന്നിരുന്ന മോങ്ങയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ജാസ്മിൻ അങ്ങ് റാണിയായിരുന്നു ഏത് ടാസ്കിൽ. ആ സമയത്ത് ആദ്യം ജിൻഡോ ആയിരുന്നു. ജിൻഡോ രാജാവായിരുന്ന സമയത്ത് ജിൻഡോ അടിപൊളിയായിട്ട് ആ സാധനം അവൻ ഹാൻഡിൽ ചെയ്ത് കേട്ടോ. ആർക്കും വെറുപ്പ് തോന്നിക്കാത്ത രീതിയിൽ ഗെയിം, കസേരകളിയും സുന്ദരിക്ക് പൊട്ട് തൊടലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവൻ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തു. പക്ഷെ അതിന് ശേഷം അതൊക്കെ നമുക്ക് സംസാരിക്കാം. ആദ്യം എനിക്ക് ഇത് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷം അങ്ങ് നഷ്ടപ്പെടും. നമ്മുടെ മുല്ലപ്പൂ അടുത്ത് റാണിയായിരുന്ന സമയത്ത് രാജാവായിരുന്ന സമയത്ത് അർജുൻ ദണ്ടും പിടിച്ചുകൊണ്ട് പോയി. പിന്നെ അവൾ സ്വയമേ മാല കീയെ ഊരി അഭിഷേകനും കൊടുത്ത് അതിനുശേഷം അവളെ കഞ്ഞാപിഞ്ഞാന്ന് അവളെല്ലാവരും കൂടി അങ്ങ് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ആൾക്കങ്ങ് പൊള്ളി, നന്നായിട്ടങ്ങ് നൊന്തതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് മോങ്ങണം. ശ്രീധുവിൻ്റെ അടുത്തിരുന്ന് മോങ്ങി ഇരുന്നിട്ട് സിജോയുടെ അടുത്ത് തർക്കിച്ച് തുടങ്ങി. അവൻ വിടുവോ? അവൻ എടുത്ത് അങ്ങ് ഉടുത്ത്. അപ്പൊ കുറച്ചൊന്ന് കേൾപ്പിക്കാം, കേട്ടോ. എന്റെ മോനെ സിജോ, നീ ഇന്ന് കലക്കി. നീ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോയി. അത്ര തന്നെ ഞാൻ ഒറ്റ അടിക്കും പറഞ്ഞു. നീ ഇന്ന് തിമിർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. അടിച്ച് അണ്ണാക്കി കൊടുക്കുന്ന വർത്തമാനം നീ ഇന്നങ്ങ് പറഞ്ഞു. കലക്കി മോനെ, കലക്കി. അവളെ ജാട അവസാനം മോങ്ങി എണീറ്റ് പോയി. കരച്ചിലും കഴിഞ്ഞ് മോങ്ങി എണീറ്റ് പോയി. നീ സൂപ്പറായിട്ട് കളിച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇന്നത്തെ ദിവസം സിജോയുടെ ഡേ ആണ്. ഇവിടെ കിടന്ന് അടിക്കുന്നുണ്ടല്ലോ. നല്ല വർത്താനം കേട്ടപ്പോൾ അവക്കങ്ങ് നൊന്തപ്പോൾ അവസാനം ഇരുന്ന് മോങ്ങണം. അവിടെ മോങ്ങി ഇതിൻ്റെ ഇടയിൽ നോറ പോയപ്പോൾ നോറ എടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവളെ പറഞ്ഞിട്ട് അവളെന്ത് തെറ്റ് ചെയ്ത്? അവളൊന്നും ചെയ്തില്ല. അടുത്ത് നേരെ ശ്രീധുവിൻ്റെ അടുത്തിരുന്നു മോങ്ങിയ നല്ല പട്ടി മോങ്ങണമല്ല, നല്ല ഒന്നാം തരം മോങ്ങി വിടുക. കേൾപ്പിച്ചു തരാം. പുറത്തുള്ള ജനങ്ങൾ കാണുന്നില്ലേന്ന്. ജനങ്ങൾ കണ്ടോണ്ട് തന്നെ ഇരിക്കുന്ന നിന്റെ ഓരോരോ അഭിപ്രായങ്ങൾ, ഓരോരോ ഇരട്ടത്താപ്പുകൾ, ഓരോരോ കള്ളത്തനങ്ങൾ, ഓരോ ഊളത്തനങ്ങളും എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് പുറത്തിരിക്കുന്നത്. അതിൽ ഒരു മാറ്റമില്ല. അഭിഷേകം അത് തന്നെയാണ് വിളിച്ചു പറഞ്ഞ് ജനങ്ങൾ കണ്ടോണ്ട് തന്നെ ഇരിക്കുന്നത്. മനസ്സിലായേ? നിന്റെ എല്ലാ ഊളത്തനങ്ങളും ജനങ്ങളിവിടെ നല്ല വെണ്ടയ്ക്ക, വെള്ളരിക്ക, വഴുക്ക വീഴ്ത്തിയത് പോലെ തന്നെ ഇരുന്ന് കാണുന്നത്. അതിൽ ഒരു മാറ്റവും ഇല്ല. നീ കിടന്നങ്ങ് മോങ്ങി നല്ല തിളയ്ക്കുന്നുണ്ടല്ലോ. ഇപ്പം എന്ത് പൊള്ളിയാ നിനക്ക്? അവന്മാർ നെഞ്ചത്ത് ഇടിച്ച് കയറിയപ്പം പൊള്ളിയാ? നീ ജിൻഡോരെ നെഞ്ചത്ത് മെനഞ്ഞാന്ന് ഇടിച്ച് കയറണം നീ കണ്ടല്ല ഞാൻ. അന്ന് അവന്മാരെല്ലാം വാഴപ്പിണ്ടികളെ പോലെ ഇരുന്നെന്ന് ഞാൻ തന്നെ പറഞ്ഞത്. ഇന്ന് സിജോ നീ അങ്ങ് കലക്കി. 2 ദിവസം മുമ്പേ നീ ജിൻഡോരെ നെഞ്ചത് അവന് വായത്താളം അടിക്കാനുള്ള കഴിവില്ല. ഞാൻ വിളിച്ച് സിജോയ്ക്ക് സത്യം പറഞ്ഞ് ഇത്ര സംസാരിക്കാറിയെന്ന് ഞാൻ വിചാരിച്ചില്ലേടാ. നീ ഇന്ന് കലക്കി മോനെ. നീ ഇന്ന് തിമിർത്തെന്ന് ഞാൻ പറയും. നല്ല ഒന്നാം തരം വർത്താനം നീയും അങ്ങ് പറഞ്ഞു. ഞാൻ 2 ദിവസം മുമ്പേ മെനഞ്ഞാത്ത എപ്പിസോഡിൽ എന്തോ ആണ് അല്ലേ ജിൻഡോ ഇവളെ എടുത്തിട്ട് അങ്ങ് അലക്കിയത്. ഇന്ന് തിരിച്ച് കിട്ടിയപ്പോൾ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടല്ലേ? അവന്മാരെല്ലാം കൂടി വളഞ്ഞിട്ട് ഊക്കിയപ്പോൾ. അയ്യോ എന്തൊക്കെ ആയിരുന്നു. എവിടെ നിന്റെ ഗബ്രിയെ കണ്ടില്ലല്ലോ? വന്നില്ലേ ചോദിക്കാൻ ഗബ്രിക്കൊക്കെ? സൂപ്പറായിരുന്നല്ലേ? ഇന്ന് നല്ല പൊള്ളിയല്ലേ മോക്ക്? ഇത് എങ്ങനെ ഇരിക്കും? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അടുത്ത് ലാസ്റ്റ് ഇവിടെ ഒരു വാഞ്ഞ മാസ് ഡയലോഗ് ഉണ്ട്. ഞാൻ മാസാണ്, പക്ഷെ ഉള്ളിലായാലും എനിക്ക് വിഷമമില്ലെന്ന് തിരിച്ച് ചത്തല്ലേ നോക്ക്. ഞാൻ പുറത്ത് എത്ര മാസം കാണിച്ചാലും എനിക്ക് മനസ്സിലൊന്ന് നോവുന്നുണ്ട്. പുറത്ത് മാസം കാണിക്കുന്നായിരുന്നു മോളുടെ വിചാരം. വെച്ചായിരുന്നു കേട്ടാ. മാസം ബോർഡ് എഴുതി തൂക്ക്. ഞാൻ മാസമായിരുന്നു ഇത്രയും ദിവസം കാണിച്ചുകൊണ്ടിരുന്നേന്ന് ബോർഡ് എഴുതി തൂക്ക്. ഊളത്തനമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇത്രയും ദിവസം. വെറും ഊളത്തനം, അല്ലാതെ മാസമല്ല കാണിച്ചുകൊണ്ടിരുന്നത്. അതാദ്യം മനസ്സിലാക്കി. ഞാൻ പുറത്ത് എത്ര മാസം കാണിച്ചാൽ ഇതാണ് സ്വയം ഞാൻ എന്തോയാണ്
ഞാൻ എന്തൊക്കെയോ ആണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, ഞാൻ വളരെ മാസീവാണ്, ഞാൻ വളരെ മാസമാണ് എന്നൊക്കെ ഉള്ള ചിന്ത, നിന്റെ ഓഞ്ഞ ചിന്താഗതിയും ഈ ഒരു വൃത്തികെട്ട മെന്റാലിറ്റിയും ഫസ്റ്റ് എടുത്ത് മാറ്റി. മനസ്സിലായ? ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള നിന്റെ ഈ തോട്ട് ആദ്യം എടുത്ത് ഉള്ളിൽ നിന്ന് എടുത്ത് എറി, എന്നിട്ട് ഇരുന്ന് ചിലക്കി എന്ന് എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായ? സാരേ ചുമ്മാ ഇരുന്ന് അങ്ങ് വായ്ത്താളടിക്കുകയാണ്. ഞാൻ പുറത്ത് ഇത്ര മാസം കാണിച്ചാലും ഉള്ളിൽ ഞാൻ മറ്റേതാണെന്ന്. അയ്യോ, നീ മാസമായിരുന്ന എത്ര നേരത്തെ കാണിച്ചോണ്ടിരുന്നത്? എഴുതിവേ. നിനക്ക് നല്ലൊരു എതിരാളി അവിടെ ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. സിജോ നന്നായിട്ട് സംസാരിക്കണം കേട്ടോ, സത്യം സീരിയസ്. ഞാൻ പിന്നെയും തോട്ട് ചെയ്യണ ഈ സിജോ സംസാരിക്കുന്നു, പക്ഷെ അവന് ഈ അടി അലവിൽ കിട്ടിയില്ലേ റോക്കിയുടെ, അതിൻ്റെ ഒരു വിഷയം കൊണ്ടായിട്ടായിരിക്കും നിന്നെ എടുത്തിട്ട് അവൻ തീരെ അലക്കാത്ത, അല്ലെങ്കിൽ എടുത്ത് കൊടുത്തതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. അവൻ സംസാരിക്കാൻ അവന് നന്നായിട്ട് അറിയാം, മനസ്സിലായ? പക്ഷേ അവൻ സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ടൈം കഴിയുമ്പം ഇവിടെ അലവൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും നീ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. ഒരുത്തൻ വന്ന് ഇടിച്ച് കയറിയപ്പോൾ അവൾക്ക് പൊള്ളി. അതുവരെ എന്തൊക്കെയായിരുന്നു വായ്ത്താളടി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം ഇഷ്ടപ്പെട്ട ഭയങ്കര വായ്ത്താളടിയായിരുന്നല്ല. മാസീവ്. ഞാൻ പുറത്ത് എത്ര മാസം കാണിച്ചാൽ അകത്ത് ഞാൻ ശൂന്യമാണ്. അയ്യോ, പുറത്ത് മാസമാണല്ലേ മക്കളെ കാണിച്ചിട്ടുണ്ട്. ബോർഡ് തൂക്ക്. അടുത്ത ബാക്കി എപ്പിസോഡിലോട്ട് വരാം. ജിൻഡോ രാജാവിൻ്റെ ആ ഒരു റോള് ചെയ്തതിൽ ഏറ്റവും ബെറ്ററായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ജിൻഡോ ചെയ്തു. കാരണം ആർക്കൊരു പരാതിയില്ലായിരുന്നു. കുറേ ടാസ്കുകൾ, 5 നിയമങ്ങൾ കൊണ്ടുവന്ന് 5 ടാസ്ക്, അതായത് മറ്റേ ഇനി എനിക്ക് രാജാവായിട്ട് വാഴാൻ വയസ്സായി, അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഗെയിം കൊടുത്തിട്ട് അതിൽ നാരങ്ങ മറ്റേ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തു. അങ്ങനെ അതിൽ വിജയിച്ചത് ജാസ്മിനായിരുന്നു. അങ്ങനെയാണ് ആ രാജപദവി കിട്ടുകയും ഊളത്തനം കാണിക്കുകയും വീണ്ടും ഏറിപ്പോവുകയും ചെയ്തത്. അതായിരുന്നു കേട്ടാ, ഞാൻ ചിരിച്ചില്ലാണ്ട ഉള്ള കാര്യം പറയാമല്ലോ. സൂപ്പർ എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അങ്ങ് കലക്കി തിമിർത്ത് പൊള്ളിച്ചടിക്കി. പിന്നെ ഇവള് രാജാവായപ്പോൾ ഒരു 5 നിയമം വന്നായിരുന്നു, ഊള നിയമങ്ങൾ. അവന്മാരെല്ലാം കൂടി പൊളിച്ചടിക്കും. ഏതാണ്ട് ഒരു 2 മിനിറ്റ് പോലും അവർക്ക് രാജാവായിട്ട് വാഴാൻ പറ്റിയില്ല. അതിന് മുമ്പ് അവന്മാർ ദണ്ടും അടിച്ചുകൊണ്ട് അവൾ താക്കോല് കൂടിയിട്ട് പിന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച് കയറി എന്തൊക്കെ കാണുമായിരുന്നു. ആർമികളെ എവിടെ? നിങ്ങളില്ലേ? പ്രജകൾ മുല്ലപ്പൂ ആർമി എവിടെ? നിങ്ങൾ ആക്രമിക്കാൻ ഇറങ്ങുന്നില്ലേ കളത്തിൽ? ഞങ്ങൾക്കെതിരെ പ്രതികരിക്കൂ. എവിടെ? നിങ്ങൾ എവിടെ പോയി? നിങ്ങളുടെ പ്രതികരണങ്ങളൊന്നും കാണാനില്ല. എന്ത് പറ്റി ആർമി? എവിടെയാണ് നിങ്ങൾ? ഒളിച്ചിരിക്കുവാണെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കണോ ഒന്ന് അമർത്തിയേക്ക്. അയ്യോ, ആർമികൾ കഷ്ടോടാ, കഷ്ടം. ചിരിക്കാണ്ട് എന്ത് പറയാൻ. ഇത്രയും ദിവസം വായ്ത്താൾ അടിച്ചോണ്ടിരുന്നല്ലോ. ഒരുത്തൻ വന്ന് വായ്ത്താൾ അടിച്ചപ്പോൾ നീ മോങ്ങണല്ലേ? സിജോരെ വായന്ന് നല്ലപോലെ കേട്ടപ്പോൾ അവക്കങ്ങ് കൊണ്ട് മോങ്ങോ. ഞാൻ എത്ര മാസം കാണിച്ചാലും ഉള്ളിൽ ഞാൻ മിങ്ങി പൊട്ടുവാണെന്ന്. അയ്യോ, കോമഡി. ഇതാണ് കോമഡി. ഇതാണ് അവനവൻ കുരുക്കുന്ന കുരുക്കളായി ചെട്ടിക്കുമ്പോൾ ഗുലുമാൽ കർമ്മ. നിനക്ക് എല്ലാ തരത്തിലും കർമ്മ അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്തിനാ ഇത്ര ഹെയ്റ്റ് ചെയ്യുന്നത്? അത്രയും ഹെയ്റ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അറിയിക്കാൻ വേണ്ടിയാണ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.